നമുക്ക് DNC അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ക്ലർഷിപ്പ് സമയത്ത്, ക്ലർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഹൗസ് സർജൻസി, അതിന് മുമ്പുള്ളൊരു ഇതാണ്. അതിൽ നമുക്ക് ഇതെല്ലാം അവിടെ തന്നെ നമുക്ക് കിട്ടും, 4th ഇയറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നാണ് നമ്മൾ ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നത്, ഹൗസ് സർജൻസിലേക്ക് പോകുന്നത്. പലരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ പോലും ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നെയിം ചേഞ്ചിങ്ങിൻ്റെ വിഷയം ആയിരിക്കാം. പക്ഷേ ഫിലിപ്പിലുണ്ടായിരുന്നുള്ള എക്സ്പീരിയൻസും തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ക്ലിനിക്കൽ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു 56-57 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊരു മിക്സ്ഡ് ബാച്ച് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 26 പേര് ഇന്ത്യൻസും ബാക്കിയുള്ള ഒരു ഫിലിപ്പിൻ നാഷണൽസും ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് അവിടെ. ഇപ്പം നമുക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തൊരു പേഷ്യൻ്റ് വന്നാൽ പോലും നമ്മുടെ കൂടെ ഒരു ഫിലിപ്പിനോ നമ്മുടെ ബാച്ച്മേറ്റ് ഉണ്ടാവും. അപ്പം അവരുടെ നമുക്കങ്ങനെ വന്നിട്ടില്ല ആക്ച്വലി. വളരെ റെയറായിട്ട് ഈ പ്രൊവിൻസിൽ നിന്നൊക്കെ വളരെ പഴയ മീൻസ് പ്രായമായ ആളുകൾ വളരെ കുറച്ച് പേര് വരുമ്പോൾ അവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലാംഗ്വേജ് ഇഷ്യൂസ്. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രായമായ അമ്മൂമ്മമാരൊക്കെ ഉണ്ട് അവിടെ. ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ. നമ്മൾ ഇംഗ്ലീഷ് ബ്രോക്കൺ തകാലോ പറയുമ്പോൾ അവരിങ്ങോട്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇത്ര വയസ്സായ അമ്മച്ചി ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ശരിക്കും നമ്മളങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻ കേസ് വന്നാൽ പോലും ഇവരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടില്ല. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ്സ് കിട്ടും. നമുക്കിപ്പം ക്ലർഷിപ്പിൽ തന്നെ നമുക്ക് ഇപ്പം ചെറിയ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ഇപ്പം ENDA, അതുപോലെ തന്നെ ഫോളീസ്, കാത്തീട്രൈസേഷന് അല്ലെങ്കിൽ ആർട്ടിയിടുക, അങ്ങനെ ബേസിക് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലർഷിപ്പിൽ തന്നെ പഠിക്കും. ഇപ്പം ഈവൻ വൂണ്ട് ഡ്രസ്സിങ് ഒക്കെ നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. ഇപ്പം ചില സർജിക്കൽ സൈറ്റുകളെ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ക്ലർക്സ് ആണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പ് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് മീൻസ് ചെസ്റ്റ് ട്യൂബ് ഇടാനും ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. ചെറിയ മൈനർ സർജറികളൊക്കെ തരും. അതായത് ചിലപ്പോൾ ഒരു ആപ്സസ് എടുത്ത് കളയുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സിസ്റ്റ് എടുത്ത് കളയുക, അങ്ങനെയുള്ള ചെറിയ പ്രൊസീജിയേഴ്സും ഒക്കെ തരും. പിന്നെ ഈവൻ മേജർ സർജറിയിലൊക്കെ കയറുമ്പോൾ നമുക്ക് ക്ലർഷിപ്പിൽ തന്നെ ഞാൻ ഇപ്പം പല ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർജൻസ് നമ്മളെ പഠിക്കാനായിട്ട് നമുക്ക് മീൻസ് കംപ്ലീറ്റ്ലി നമ്മളെ ഏൽപ്പിക്കുമെന്നല്ല, വി ക്യാൻ അസിസ്റ്റ്. അപ്പം ഒരു ക്രേനിയോട്ടമി ആയാലും, ക്രേനിയോട്ടമിയിൽ അങ്ങനെ ക്ലർക്സുകളെ കയറ്റാറില്ല, എന്നാലും കുറച്ചുകൂടെ നമുക്ക് അവരുടെ കൂടെ നിന്ന് കാണാം. സ്റ്റെറൈൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടെ പോയി നിൽക്കാം, സൈഡിൽ മാറി നിന്ന് കാണാം. അങ്ങനെ നമുക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു അവിടെ. ഈവൻ ക്ലർഷിപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ സിസേറിയന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇൻഡിവിജ്വലി ലേബർ, നോർമൽ വജൈനൽ ഡെലിവറിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് DNC അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ക്ലർഷിപ്പ് സമയത്ത്. ക്ലർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഹൗസ് സർജൻസി, അതിന് മുമ്പുള്ളൊരു ഇതാണ്. അതിൽ നമുക്ക് ഇതെല്ലാം അവിടെ തന്നെ നമുക്ക് കിട്ടും, 4th ഇയറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നാണ് നമ്മൾ ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നത്, ഹൗസ് സർജൻസിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയില്ല, ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷറാണ് കിട്ടുന്നത്. ഇവിടെ വരുമ്പോൾ സുഹേൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാനായിട്ട് കുറേ സമയം എടുത്തു. പക്ഷെ എന്നാൽ പോലും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്കൊരു ഓൾറെഡി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരെ കുറ്റം പറയല്ല. ബട്ട് ലാംഗ്വേജ് ബാരിയറൊക്കെ ഒരു ഇഷ്യൂ ആണ്, ക്ലിനിക്കൽസ് ഇഷ്യൂ ആകുന്ന രാജ്യങ്ങളുണ്ട്. ഫിലിപ്പീൻസ് ഇപ്പോഴും വാലിഡ് അല്ല എങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ലാംഗ്വേജ് ഒരു മെയിൻ ഒരു ബാരിയറാണ്. പക്ഷേ ലാംഗ്വേജ് ഇപ്പം നമ്മളിപ്പോൾ ചൈനയിലൊക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ ചൈനീസ് ലാംഗ്വേജ് അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ചൈനീസ് ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ചൈനീസ് സംസാരിച്ച് അവർക്ക് എക്സ്പോഷർ കിട്ടും. റഷ്യൻ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇല്ലെന്നല്ല, ക്ലിനിക്കൽസ് ഉള്ള ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് സ്കില്ല്, അതായത് ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നൊരു സ്കില്ലാണ്. നമ്മളിപ്പോൾ ഹിന്ദി പഠിച്ചെടുക്കുന്നത് പോലെയാണ് റഷ്യനോ അല്ലെങ്കിൽ ചൈനീസോ ജോർജിയൻ ലാംഗ്വേജോ ഉസ്ബെക്ക് ലാംഗ്വേജോ. പക്ഷേ ഈ ജോർജിയ, ഉസ്ബെക്ക് എല്ലാ രാജ്യങ്ങളും USSRന്റെ റിപ്പബ്ലിക്സ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ബേസിക്കലി റഷ്യൻ ലാംഗ്വേജൊക്കെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഒരു റഷ്യൻ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്ക് ഒരുമാതിരിയൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും, ക്ലിനിക്കൽസ് കിട്ടാറുണ്ട്. പിന്നെ ജോർജിയനൊക്കെ പഠിക്കാമല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്ലിനിക്കൽസ് കിട്ടും. അപ്പോൾ ശരിക്കും ഈ ഇത്രയും ക്ലിനിക്കൽ എക്സ്പോഷറുള്ള ഫിലിപ്പീനിൽ നമുക്ക് ഇപ്പം എന്തുകൊണ്ടാണ് അത്ര ആക്സസ് അല്ലാത്തത്? അതിന് ആക്സസ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ NMC ഗൈഡ് ലൈൻസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അവിടെ. ആക്ച്വലി പ്രശ്നമെന്നല്ല, NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ആക്ച്വലി നമ്മുടെ ഫിലിപ്പീൻസിൽ 54 months ഓഫ് സ്റ്റഡി പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് 54 മാസം കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം.
പക്ഷെ നമുക്കതൊരു 48 മന്ത്സേ ഉള്ളൂ, 6 മന്ത്സിൻ്റെ ലാഗ് വരുന്നുണ്ട്. കാരണം അവിടെ 4+1 ആണ്, ഇവിടെ നമുക്ക് 4.5 ഇയർ പ്ലസ് 1 ഇയർ ആണ്, 5.5 വർഷമാണ്. അപ്പം ആ ഒരു 6 മന്ത്സിൻ്റെ ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്ന് ഫിലിപ്പീൻസ് വാലിഡ് അല്ലാത്തത്, 2 നമ്മൾ NMC പറയുന്നത് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ രാജ്യത്ത് നമ്മുടെ ഡിഗ്രി വാലിഡ് ആയിരിക്കണം, വി ഷുഡ് ബി ഏബിൾ ടു വർക്ക് ആസ് എ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിപ്പീൻസിൽ നമുക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ബോർഡ് എക്സാം എഴുതണം, ഈവൻ ഈ ഫിലിപ്പീൻ നാഷണൽസ്. അവിടെ നമുക്ക് ഈ US പോകുന്നോട്ട് US നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ USML എഴുതി ക്ലിയർ ആയാലും അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഫിലിപ്പീൻസിൽ ബോർഡ് എക്സാം എഴുതണം. ബോർഡ് എക്സാം എഴുതുന്നത് അവിടുത്തെ നാഷണൽസിന് അല്ലെങ്കിൽ ASEAN കൺട്രിയുടെ പൗരത്വമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇന്ത്യ ASEAN രാജ്യത്തിൻ്റെ മെമ്പർ രാജ്യമല്ല, ഒബ്സർവർ സ്റ്റാറ്റസിൽ എന്തോ മാത്രമേ ഉള്ളൂ, ഫുള്ളി മെമ്പറാണെന്ന് തോന്നുന്നില്ല. ASEANലുണ്ട്, പക്ഷേങ്കിൽ അതിൽ നമ്മൾ ഒബ്സർവറോ അങ്ങനെ എന്തോ ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽസിന് ആ എക്സാം എഴുതാൻ പറ്റാത്തത്. ഈ 2 പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു മെഡിക്കൽ ആക്ട് അമെൻമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ അമെൻമെൻറ്റ് ആക്ച്വലി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പാസ്സായിട്ടുണ്ട്. അത് എതിർപ്പില്ലാതെ 186 or 189 റെപ്രസെൻറ്റേറ്റീവ് വോട്ട് ചെയ്തതിൽ ഓൺലി 3 പേര് വിട്ടു നിന്നു, ബാക്കി എല്ലാവരും അനുകൂലമായിട്ടാണ് അതിന് വോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരേണ്ടിയിരുന്ന മാർച്ചിലായിരുന്നു. പക്ഷേ അവിടെ കുറച്ചൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ഡ്രാമാസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ഔട്ട് ചെയ്ത് ജൂലൈയിലേക്കാണ് നെക്സ്റ്റിന് അവരുടെ ഫൈനൽ ഹിയറിംഗ്, മീൻസ് അവരുടെ പാർലമെൻറ്റ് പോലുള്ള അവരുടെ ഇത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ സെനേറ്റിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, അത് ജൂലൈയിൽ അത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകും. കാരണം ആ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽസിന്, ഫിലിപ്പീൻസിൽ മെഡിസിൻ പഠിക്കുന്ന ഇന്ത്യൻ നാഷണൽസിന് ബോർഡ് എക്സാം എഴുതാം, ഫോറിൻ നാഷണൽസിന് അവിടുത്തെ ബോർഡ് എക്സാം എഴുതാം എന്നൊരു നിയമം വരുന്നുണ്ട്. പിന്നെ ഈ ഡ്യൂറേഷനും സോൾവ് ആയി കിട്ടും. അതായത് 54 മന്ത്സ് അവർ അമെൻമെൻറ്റ് വരുമ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ സിലബസ് എല്ലാം മാറും. അപ്പോൾ അത് കുറച്ച് ലീഗലാവും. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന് പോകാം, സ്ട്രോങ് ആയിട്ട് പോകും. പക്ഷെ അത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അതൊരു നമ്മൾ അഡ്മിഷൻസ് ആരും അങ്ങോട്ട് എടുക്കാത്ത, ഇന്ത്യൻ നാഷണൽസ് അങ്ങോട്ട് അഡ്മിഷൻ എടുക്കാത്ത. ബട്ട് വൺസ് ഇറ്റ് ഈസ് ഓൾ ഗുഡ്, വി ക്യാൻ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ഗോ. ശരിക്ക് നമ്മളൊരു MBBSന് സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സമയത്ത് കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കാൻഡിഡേറ്റിൻ്റെ ചോയ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് അവരുടെ ബഡ്ജറ്റ്, 2 അവർക്കൊരു താല്പര്യം ഉണ്ടാവും ഏത് രാജ്യത്തേക്ക് പോകണം. ഇപ്പം ചില കുട്ടികളാണെങ്കിൽ പറയും എൻ്റെ റിലേറ്റീവ് ഇന്ന രാജ്യത്ത് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, എനിക്ക് അവിടെ വേണം. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് ഇന്ന കൺട്രി പോയാൽ മതി, അവിടെ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ ചോയ്സാണ് കൂടുതലും. പക്ഷെങ്കിൽ ബേസിക്കലി നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ പഠിക്കുന്നത് മെഡിസിനാണ്. അപ്പം അതിൻ്റെ കരിക്കുലം ഇപ്പം യൂറോപ്യൻ, റഷ്യ, ജോർജിയ രാജ്യങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ അതൊരു യൂറോപ്യൻ സിലബസാണ്, 6 ഇയർ MD പ്രോഗ്രാമാണ്. ഈ പറഞ്ഞ നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈനയൊക്കെ MBBS പ്രോഗ്രാം. ഫിലിപ്പീൻസ് ഓൾസോ BS MD പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പല രാജ്യങ്ങളിൽ. ഇപ്പം ചൈനയൊക്കെയാണെങ്കിൽ 5.5 വർഷമേ ഉള്ളൂ, ഇപ്പം നേപ്പാളാണെങ്കിൽ 5.5 വർഷം, ബംഗ്ലാദേശ് 5.5 വർഷം, ഫിലിപ്പീൻസ് 6.5, ഇപ്പം ഈജിപ്റ്റാണെങ്കിൽ 7 വർഷമാണ്. അവിടെ MBBCH എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ് വരുന്നത്. 2 വർഷം ഹൗസ് സർജൻസി വരുന്നുണ്ട്. പിന്നെ ബൾഗേറിയ, മൊൾഡോവ, പോളണ്ട് ഈ രാജ്യങ്ങളെല്ലാം 6 ഇയർ MD പ്രോഗ്രാമാണ്. ഇറാൻ ഐ തിങ്ക് 6 ഇയർ MD പ്രോഗ്രാം. അങ്ങനെ ഡ്യൂറേഷൻ ചൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ കൺട്രി ചൂസ് ചെയ്യുന്നവരുന്നുണ്ട്, ബജറ്റ് ഈസ് ഓൾവേസ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്നാണ് പോകുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്ന് വരുന്നവരെന്ന് പറയുമ്പോൾ ഒരു ഒന്നി സർക്കാർ ജോലിക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ മക്കൾ, അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കൊരു ബജറ്റ് എപ്പോഴും ഒരു വിഷയമാണ്. പിന്നെ ആ ബജറ്റിനൊപ്പം അവർ നോക്കുന്നത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ അവർ നോക്കുന്നത് നല്ല കോളേജ് ആയിരിക്കണം, ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് പ്രോഗ്രാം ആയിരിക്കണം, അങ്ങനെയൊക്കെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ചോയ്സസ് ആണ് കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ബജറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യയൊക്കെ എന്ന് പറഞ്ഞാൽ വാർ നടക്കുന്നുണ്ടെങ്കിൽ പോലും റഷ്യയൊക്കെ നല്ലൊരു ചോയ്സാണ്. കാരണം റഷ്യ, നമ്മുടെ ഇന്ത്യൻ നാഷണൽസ് ആദ്യം പോയി തുടങ്ങിയത് റഷ്യയിലാണ് പണ്ട് മുതൽ. കാരണം നമുക്ക് പണ്ട് 1991 മുമ്പ് USSR ആയിരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽസിന് സ്കോളർഷിപ്പ്, ഫുള്ളി സ്കോളർഷിപ്പിൽ നമുക്ക് അവർ മെഡിസിൻ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫീസൊന്നും അടയ്ക്കണ്ട.
ആ രീതിയിൽ നമുക്ക് ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഇപ്പോഴായാലും ഫീസ് കുറവ് തന്നെയാണ് അല്ലേ? ഇപ്പോഴും ഫീസ് ഹൈക്ക് ഇപ്പം സ്കോളർഷിപ്പ് ഇല്ല. അത് USSR ആയിരുന്ന സമയത്ത്, അതായത് കമ്മ്യൂണിസ്റ്റ് റഷ്യ ആയിരുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം ഫീസ് വന്നു. കമ്പാരിറ്റീവ്ലി ഒരു ഹൈക്കിങ് പറയാനില്ല, എനിക്ക് തോന്നുന്നു വലിയൊരു ഫീസ് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഫീസുള്ള കോളേജുകളുണ്ട്. ഇപ്പം സെൻറ്റ് പീറ്റേഴ്സ് അല്ലെങ്കിൽ മോസ്കോ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ്. അവിടെ ഒരു 10 ലക്ഷം 9 ലക്ഷം രൂപ ഫീസ് പെർ ഇയർ വരുന്നുണ്ട്. എന്നാൽ ഒരു 1.5 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ പെർ സെമസ്റ്റർ ഫീസ് വരുന്ന കോളേജുകളും റഷ്യയിലുണ്ട്. അപ്പോൾ ചോദിക്കും ഇതെന്താ വ്യത്യാസം വരുന്നത്? അത് റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവണം. അപ്പോൾ ഡിമാൻഡ് കൂടുന്നിടത്ത് ഫീസ് കൂടും. മോസ്കോ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ എയിംസ് പോലുള്ള അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ്. റാങ്കിങ്ങും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗൊക്കെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റികളാണ് അതൊക്കെ. പിന്നെ എല്ലാം ബേസിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാം റഷ്യൻ കോളേജസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗവൺമെൻറ് കൺട്രോൾഡാണ്. അപ്പം അവരുടെ സിസ്റ്റം എല്ലാം ഒരു അക്കാഡമിക്സ് എല്ലാം സെയിം ആയിരിക്കും, വ്യത്യാസമൊന്നും വരില്ല. ടീച്ചിങ്ങും നല്ല രീതിയിലാണ്, എല്ലാം ഗവൺമെൻറ് പ്രോസസ്. ലോകത്തെ ആദ്യം മെഡിസിൻ സോഷ്യലൈസ് ചെയ്തൊരു കൺട്രിയാണ് റഷ്യ. അവിടെ മെഡിസിന് നമുക്ക് പ്രൈവറ്റ് കോളേജുകളൊന്നുമില്ല, എല്ലാം ഗവൺമെൻറ്റാണ്. റഷ്യൻ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് കാലം മുതലേ അവരങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രൈവറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത കാലം വരെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പുതുതായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ വാർ അഫക്റ്റഡ് കൺട്രി ആണെന്ന് പറഞ്ഞ് കുറച്ച് പേരൻസ് വിടാറില്ല. ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ഈ കാശ്മീരിൽ നടന്ന ഇഷ്യൂ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തുകാർക്ക് ഡയറക്റ്റ്ലി അതിൽ ഇൻവോൾവ് അല്ലെങ്കിൽ നമുക്കത് അഫക്റ്റഡ് അല്ല. അതുപോലെയാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ വോർ നടക്കുന്ന ആ ഒരു ബോർഡർ ഏരിയ അല്ലെങ്കിൽ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ വിഷയങ്ങളുണ്ട്. പക്ഷേ മറ്റ് പോർഷൻസിലേക്ക് അത് അഫക്റ്റഡ് അല്ല. സേഫ്റ്റി ഇഷ്യൂസ് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കൺട്രിയാണ് റഷ്യ. അതെ, നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി കവർ ചെയ്തെടുക്കുന്ന വലിയൊരു രാജ്യമാണ്. അപ്പോൾ ദേ വിൽ ബി ഓൾവേസ് സേഫ്, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോകാം, റഷ്യ പോകാം. പിന്നെ ലോ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ പിന്നുള്ളത് നമുക്കിപ്പം കിർഗിസ്ഥാൻ ഒരു ലോ ബഡ്ജറ്റ് കൺട്രിയാണ്. ഈ പറഞ്ഞോട്ട് 1.25 ലക്ഷം രൂപ മുതലുള്ള ഫീസ് സ്ട്രക്ചർ അവിടെയുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ നോക്കുവാണെങ്കിൽ ഒരു 1.5. ജോർജിയ നോക്കുവാണെങ്കിലും ഒരു 1.5-1.25 പെർ സെമസ്റ്ററാണ് ഞാൻ പറയുന്നത്. പെർ സെമസ്റ്റർ ഫീസ് വരുന്നുണ്ട്. കസക്കിസ്ഥാനും അതുപോലെ തന്നെ. അങ്ങനെ ഈജിപ്റ്റ് വരുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ പെർ ഇയർ. ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊക്കെ ഒരു ബഡ്ജറ്റഡ്, എല്ലാ രാജ്യത്തും ബഡ്ജറ്റഡ് കോളേജസ് ഉണ്ട്. അപ്പം പക്ഷേ ഇന്ത്യക്ക് ചില രാജ്യങ്ങളിൽ ഒരിക്കലേ ഉള്ളൂ. ഇപ്പം റഷ്യയൊക്കെ സെപ്റ്റംബറിൻ്റെയൊക്കെ മാത്രമേ ഉള്ളൂ. ഉസ്ബെക്കിസ്ഥാൻ സെപ്റ്റംബർ, അതുപോലെ തന്നെ ജൂലൈ 2 ഇന്ത്യക്ക് വരുന്നുണ്ട്. അങ്ങനെ ഫെബ്രുവരി ഇൻടേക്കും വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയിൽ ഫീസ് കൂടുതലുണ്ടാകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മാറുന്നുണ്ട്. ഫീസ് കുറയുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഏരിയയിലൊക്കെ, കർണാടക ഏരിയയിലൊക്കെ കൂടുതൽ റഷ്യ കൺട്രീസിലുമായി പോകുന്നവരാണ് സ്റ്റഡീസിന്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അവർ ഏറ്റവും കുറഞ്ഞ ഫീസിലും പഠിക്കുന്നവരുണ്ട്, കൂടുതലും ഉണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ ഫീസ് അത് അവരുടെ അക്രഡിറ്റേഷനെ ബാധിക്കുന്നുണ്ട്, റെക്കഗ്നീഷൻ അതല്ലെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അക്രഡിറ്റേഷനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ നോക്കേണ്ട ECFMG, അതുപോലെ GMC അല്ലെങ്കിൽ NMC റെക്കഗ്നൈസേഷൻ ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം NMC പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഒരു നല്ലൊരു ശതമാനം ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ UK പോകണം അങ്ങനെ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പോയി സെറ്റിൽ ആകണം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് അക്രഡിറ്റേഷനെ പറ്റി നല്ല രീതിയിൽ നോക്കണം. ഇപ്പോൾ അവർ UK പോകുന്നെങ്കിൽ GMC രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ് പോകുന്നെങ്കിൽ AMCയുടെ അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ ECFMG US-ൻ്റെ ആണ് ECFMG അങ്ങനെയുള്ളത് ഒക്കെ നോക്കണം. അപ്പോൾ ബേസിക്കലി എല്ലാ മെഡിക്കൽ കോളേജും WHO ലിസ്റ്റഡ് ആണോ എന്ന് നോക്കണം. പിന്നെ അതാത് കൺട്രിയിൽ ആ മെഡിക്കൽ കോളേജ് വാലിഡ് ആണോ, അവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമുക്കിപ്പം ഇപ്പോൾ ഒരു കൺട്രി ആ കൺട്രി, അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജിൽ അവിടുത്തെ നാഷണൽസ് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയേണ്ടതാണ്. അത് വലിയൊരു ഫാക്ടറാണ്. കാരണം NMC പറയുന്നത് നമ്മൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്ത് നാഷണൽസ് ആ കോളേജിൽ പഠിക്കുന്നുണ്ടോ, അവർ പഠിക്കുന്ന അതേ കോഴ്സാണ് നമ്മളും പഠിക്കുക. സെയിം ഡ്യൂറേഷൻ, സെയിം വ്യത്യാസം വരാൻ പാടില്ല. ഇപ്പോൾ സെപ്പറേറ്റ് ബാച്ച് ആണോ എന്നുള്ളതിലല്ല, ആ കോളേജിൻ്റെ അണ്ടറിൽ അതാത് രാജ്യത്തെ നാഷണൽസ് പഠിക്കുന്നുണ്ടോ, അവർ ക്വാളിഫൈഡ് ആണോ അവരുടെ രാജ്യത്ത് വർക്ക് ചെയ്യാൻ. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജാണെങ്കിൽ NMCയെ സംബന്ധിച്ചിടത്തോളം നോ ഇഷ്യൂ.
അത്രേ ഉള്ളൂ. പിന്നെ ഈ ഡോംസിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അത് എന്താണ് ഡോക്ടർ അതിൽ അഭിപ്രായം? കാരണം ഇപ്പോൾ പലരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ പോലും ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നെയിം ചേഞ്ചിങ്ങിൻ്റെ വിഷയം ആയിരിക്കാം അല്ലേ? നെയിം ചേഞ്ചിൻ്റെ വിഷയത്തിൽ വരാറുണ്ട്. ഇപ്പം താഷ്കന്റ് മെഡിക്കൽ അക്കാദമി എന്ന് അല്ലെങ്കിൽ പീഡിയാട്രിക് ദന്തലെല്ലാം കൂടെ ചേർന്ന് ഇപ്പം താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ അക്കാദമി പേര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു നെയിം അപ്ഡേഷന് കൊടുക്കും. നെയിം അപ്ഡേഷന് കൊടുക്കുമ്പോൾ ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവർ നോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം അവർ ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയയിൽ പെടാൻ ഉദ്ദേശിക്കും. മീൻസ് എന്താ ഡോംസിൽ വേണം എന്ന് അവരുടെ മാനേജ്മെൻറ്റിനും താല്പര്യമുണ്ട്. അപ്പോൾ അവർ നെയിം അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് ആകുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ TMAക്ക് അക്രഡിറ്റേഷൻ ഉള്ളൊരു ഡോംസിലുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അത് നെയിം ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു പ്രോസസ്സിങ് ടെമ്പററി വാനിഷ് ആയിട്ടുണ്ട്. ഇപ്പം പല കുട്ടികളും ചോദിക്കുന്നത് തന്നെയാണ്, അത് ഐ ലിസ്റ്റിലില്ലല്ലോ, അത്യാവശ്യം നമ്മളീ പറഞ്ഞ അക്രഡിറ്റേഷൻസ് എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെയുള്ള പറഞ്ഞ DOMS എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കാം ചില ഡിലേസ് ഉണ്ടാവും. ഇപ്പം റീസെൻ്റ്ലി തിമൂറിൽ ഒത്തിരി കുട്ടികൾ പോയി തുടങ്ങിയിട്ടുണ്ട്. തിമൂർ എന്ന് പറയുന്നത് അറിയാമല്ലോ, പുതിയൊരു ഡെസ്റ്റിനേഷനാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഫിലിപ്പീൻസൊക്കെ ചെറിയ തോതിൽ ഔട്ടായപ്പം തിമൂറിലേക്ക് പോയി. തിമൂറിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഉള്ളത്.